അപ്പോൾ എല്ലാവർക്കും രാജശ്രീ ഗ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പൂച്ചയുടെ മുറിൻ്റെ കാര്യം കണ്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ പോലും വലിയ വിശ്വാസമൊന്നും അവർ തന്നില്ല. കാരണം അവൻ്റെ മുറിവ് ഇനി അവൻ വിചാരിച്ചാലേ മാറും എന്നുള്ളൊരു ഇതാണ് ആശുപത്രിയിലൊന്നും. അപ്പം എങ്ങനെ ഇരിക്കുമോ, ഇനിയിപ്പോൾ ഇറങ്ങി ഓടുമോ? കാരണം ആദ്യം നമ്മൾ വണ്ടി കാമാക്കിയിട്ട് വേണം വണ്ടിയിൽ പിന്നെ കൊണ്ടുപോയത്. പിന്നെ ഉണങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൻ നക്കി അതിനെ വലുതാക്കും. അപ്പം അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. എങ്ങനെയാണ് അവൻ ഒന്ന് നക്കാണ്ടിരിക്കണേ? എനിക്ക് അറിയത്തില്ല എന്ത് പറയണം. ഞങ്ങൾക്ക് ഇൻജക്ഷൻ വെക്കാൻ പേടിയായിരുന്നു. അപ്പം ഇതാണ് മരുന്ന്. അപ്പം ഇത് അവന് അത് ഫുള്ള് വെള്ളത്തിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് മുറിവിൽ കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ മരുന്ന് വന്നിട്ട് ഞങ്ങൾ നമ്മൾ മനുഷ്യർ ഉപയോഗിക്കണ എന്താ പറയുക, മുറിവിനൊക്കെ ഉപയോഗിക്കണ ക്രീം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇനി ഇത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സിറിഞ്ചിൽ മുറിവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. പിന്നെ ഒരുപാട് പേര് പറയണ കേട്ടായിരുന്നു കമൻറ്റിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല, അടുത്ത മരുന്നൊന്നും യൂസ് ചെയ്യില്ലെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും അതിൽ ചെറിയ അല്പം ഒരു വിശ്വാസമുണ്ട്. കാരണം അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തതാണ് എൻ്റെ ഒരു പൂച്ച ചത്തുപോയി. അതുകൊണ്ട് അതിൽ അന്നത്തോട് ഇഞ്ചക്ഷൻ എടുക്കണതിൽ ഒരു പേടിയുണ്ട്. പിന്നെ അല്ലാണ്ട് പുറമേ തരണ നമുക്കിപ്പം ലോഷനൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചെയ്യണത്. പിന്നെ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, മലയോര പ്രദേശമാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇവിടെ അതും നമ്മളുടെ അടുത്ത സ്റ്റോപ്പ് വന്നിട്ട് തമിഴ്നാടാണ്. അപ്പം ഇങ്ങ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഇങ്ങ് അറ്റം കൂട്ടപ്പു അമ്പൂരിയാണ്. അപ്പം അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. വലിയ ഫെസിലിറ്റിയിലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒഴിച്ചോ? കടിക്കും. കടിക്കുവേ അമ്മ. അവിടെ പിടിക്ക, അതിന്റെ തലയിൽ പിടി, അതിന്റെ തലയില്. മതി മതി, ഇനി ഒഴിക്കണ്ട. അമ്മ ഇത് ഇവിടെ മുറിവുള്ള സ്ഥലങ്ങളിലാണ് ഒഴിച്ചു കൊടുക്കേണ്ട. കണ്ടാ കണ്ടാ? കഴിഞ്ഞ് ഇത് നക്കാതെ നോക്കണം. അതിന്റെ ബാക്ക് പിടി. പിന്നെ മരുന്ന് ഞങ്ങൾ നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കൂട്ടിയാണ് വെള്ളം ഒഴിച്ച് ചെയ്തത്. കാരണം നമുക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ലോഷനാണ്, എന്നാലും നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഞാനും അമ്മയും മാറി മാറി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ മരുന്ന് നക്കിയ വായിന്ന് നൊരയും പതയും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ മരുന്നിനോട് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇനി അവസാനം വല്ല ചത്തുപോകാനും ചാൻസ് ഉണ്ട് ഇത് കഴിച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ 1.5 മണിക്കൂർ ഇതിനെ എന്ത് ചെയ്യും, ഉണങ്ങണത് വരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇത് നക്കിയാണ് വീണ്ടും വലുതായി വന്നത്. പിന്നെ പിടിച്ചാൽ നിൽക്കണില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അത് നക്കാണ്ടിരിക്കാനും അത് ഇത്തിരി ഇത് എന്താ പറയുക, പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകാൻ വേണ്ടിയാണ് ഈ ലോഷൻ ഉപയോഗിക്കണേന്ന് പറഞ്ഞേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മഞ്ഞപ്പൊടി വെച്ച് നല്ല രീതിയിൽ വെച്ചു. നക്കി നോക്കി, അത് നക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡേ എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നക്കാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം നക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും പിന്നെ നക്കാൻ ശ്രമിച്ചില്ല. കുറേ നേരം ഞങ്ങളെ നോക്കിയിരിക്കണുണ്ട്. അപ്പോൾ പിന്നെ ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇത്ര കഷ്ടപ്പാട് പൂച്ചകളെ വളർത്തുന്നതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു കുഞ്ഞു മുറിവ് വന്നാൽ പോലും അത് ഇങ്ങനെ സീരിയസ് ആവും. ഇതിൻ്റെ ആദ്യത്തെ ഒരു മുറിവ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെറിയ മുറിവായിരുന്നോ, ഇത്ര വലുതായെന്ന് വിചാരിക്കും. കാരണം അത്രയും കുഞ്ഞു മുറിവായിരുന്നു. പിന്നെ ഈ പൂച്ച നമ്മളെ വീട്ടിലോട്ട് കയറി വന്നതാണ്, നമ്മൾ വളർത്തിയതൊന്നും അല്ല. പിന്നെ ഇതിപ്പോൾ ഇവിടെ നമ്മളെ സ്നേഹം കൊടുത്ത് ഇങ്ങനെ വളർത്തണയാണ്. പിന്നെ ഇപ്പോൾ പുതിയൊരു അതിഥിയും കൂടെ വന്ന് കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടാം. എന്തായാലും അതിനെ നമ്മൾ പിടിച്ച് കയറുന്ന ലക്ഷണമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് പാവം തോന്നി എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഞാൻ കാണിക്കാം. ബൈ ബൈ.